ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാരീസിൻ്റെ കഥ പറയുന്ന വീഡിയോ ആയിരിക്കും. സാരി എവിടെ നിന്ന് വന്നു, സാരി എങ്ങനെ ഉണ്ടായി, ഈ സാരി എന്ന് പറഞ്ഞ ഗാർമെൻറ്റ് ഇന്ത്യ മൊത്തം എങ്ങനെ സ്പ്രെഡായി എന്ന കഥയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാരീസിനൊരു ട്രിബ്യൂട്ടായിട്ടും സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടും സാരീൻ്റെ ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ കഥ, എങ്ങനെ സാരി എന്ന് പറഞ്ഞ ഗാർമെൻറ്റ് ഇന്ത്യ മൊത്തം കീഴടക്കി എന്നുള്ളൊരു കഥ നമ്മൾ പറയുന്ന വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സാരീസിൻ്റെ കഥ കേൾക്കാം. സാരി എന്ന ഗാർമെൻറ്റിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 7500 വർഷം മുമ്പാണ്. 5500 BC ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞ സിവിലൈസേഷനിലാണ് ആദ്യമായി സാരി ഉടുത്ത് കണ്ടേക്കുന്നത്. അതിൻ്റെ ആർക്കിയോളജിക്കൽ കാർവിങ്സും റൈറ്റിങ്സും എല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സാരീസ് ആദ്യം ഏത് തുണി വെച്ചായിരുന്നു, ഏത് ടൈപ്പ് ഗാർമെൻ്റ് ആയിരുന്നു, ഏത് ടൈപ്പ് ത്രെഡായിരുന്നു ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടനും വൈൽഡ് സിൽക്കും. കോട്ടൺ ടൈപ്പ് ത്രെഡ്, ഇതേപോലെ എംബ്രോയ്ഡറി വർക്കൊന്നുമില്ലാത്ത പ്ലെയിൻ കോട്ടൺ, പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലും അത് സാരിയായിട്ട് ഉടുക്കും. ജസ്റ്റ് ഒരു പ്ലെയിൻ ക്ലോത്തായിട്ട് ഉടുക്കുന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സാരീസ്. പിന്നെ അവർ വൈൽഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൈൽഡ് സിൽക്ക്, ടസർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒക്കെ വൈൽഡ് സിൽക്കിൽ പെടുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതേപോലത്തെ വൈൽഡ് സിൽക്ക് വെച്ചും ഈ കോട്ടൺ വെച്ചുമാണ് ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സാരി എന്ന് പറഞ്ഞ ഗാർമെൻറ്റ് ഉണ്ടാക്കി അവർ ഉടുത്തുകൊണ്ടിരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ആണ്. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമുണ്ട്, ഒരു മോഡ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നാണയങ്ങളുണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, അവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ജൂറിസ്ഡിക്ഷൻ, ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയുണ്ട്, ലോ ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ളി ഫങ്ഷണലായിട്ട് അതിൽ കൂടെ തന്നെ വാട്ടർ സിസ്റ്റവും ഡ്രെയിനേജ് സിസ്റ്റവും എല്ലാം ക്ലിയർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിവിലൈസേഷനായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. 7500 വർഷങ്ങൾക്ക് മുമ്പ് ആ സിവിലൈസേഷനാണ് നമ്മൾ ഇതേപോലെ സാരീസിൻ്റെ ഫസ്റ്റ് യൂസ് നമ്മൾ കാണുന്നത്. ആ ഫസ്റ്റ് യൂസ് എന്ന് പറയുമ്പോഴേക്കും വേറെ വെറൈറ്റീസ് ഒന്നുമില്ല, 2 വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇതേപോലെ കോട്ടൺ ആൻഡ് ദെൻ വൈൽഡ് സിൽക്ക്, ടസർ സിൽക്ക്. സിമ്പിളായിട്ടായിരുന്നു അന്ന് സാരീസിൻ്റെ ഇതേപോലെ ഇലാബറേറ്റ് ആയിട്ട് പലതരം സാരി, എംബ്രോയ്ഡറി വർക്ക്, ഇതേപോലത്തെ വർക്കൊന്നും അന്ന് പോപ്പുലർ ആയിട്ടില്ല. ഏറ്റവും ആദ്യമുള്ളത് സിമ്പിൾ വെയർ സാരീസ് ആയിരുന്നു. നെക്സ്റ്റ് സാരീസിലൊരു മാറ്റം കാണുന്നത് വേദിക് പീരീഡിലാണ്. വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ 3500 വർഷങ്ങൾക്ക് മുമ്പ്, 1500 BC. അപ്പോഴാണ് നെക്സ്റ്റ് സാരീസിലൊരു ട്രാൻസ്ഫോർമേഷൻ. ഇതുവരെ 7500 മുതൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓൾമോസ്റ്റ് സെയിം രീതിയിലായിരുന്നു സാരീസ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു മാറ്റം, ഒരു എവല്യൂഷൻ കാണുന്നത് വേദിക് പീരീഡിലാണ്. വേദിക് പീരീഡിലും സാരികളുടെ മെറ്റീരിയലിൽ മാറ്റമില്ല, സെയിം മെറ്റീരിയൽസ് തന്നെ, കോട്ടനും വൈൽഡ് സിൽക്കും. പക്ഷേ എന്തിലാണ് ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്? ഡൈയിങ് പ്രോസസ്സിൽ പല പല രീതിയിലുള്ള ഡൈസ് യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ നമ്മുടെ മോഡേൺ ടൈപ്പ് ഡൈസ് അല്ല, ഇതൊക്കെ മോഡേൺ ഡൈ ചെയ്ത് വന്നേക്കുന്ന സാരീസാണ്. അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡൈസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മെറ്റീരിയൽ വെച്ച്, ഇപ്പം മഞ്ഞൾ മിക്സ് ചെയ്ത് വെള്ളമുണ്ടാക്കി അതിലേക്ക് ഈ സെയിം തുണി മിക്സ് ചെയ്ത് കലക്കിയെടുത്ത് ഡ്രൈ ചെയ്ത്, അങ്ങനെയായിരുന്നു മഞ്ഞൾ പോലെ പല പല നാച്ചുറൽ ഡൈസ് വെച്ച് ഡൈ ചെയ്ത് വന്ന സാരീസായിരുന്നു വേദിക് പീരീഡിൽ. വേദിക് പീരീഡിലും ഇതേപോലെ തന്നെ ടസർ സിൽക്ക്, വൈൽഡ് സിൽക്കിലും കോട്ടണിലുമായിരുന്നു മെയിനായിട്ട് ഡ്രസ്സുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഋഗ്വേദയിൽ പറയുന്നുണ്ട് സാരീനെ പറ്റി, ഒരു എങ്ങനെയായിരുന്നു പല സ്ഥലത്ത് പല രീതിയിൽ സാരി ഉടുത്തുകൊണ്ടിരുന്നത്. ചില സ്ഥലത്ത് ആണുങ്ങൾ വരെ സാരി ഉടുക്കുന്ന രീതിയിൽ വേറെ രീതിയിലാണ് അവർ കെട്ടി ഉടുക്കുന്ന രീതിയിൽ വരെ പറയുന്നുണ്ട്. അത് അന്ന് ഒരു അക്സെപ്റ്റഡ് രീതിയായിരുന്നു. സാരി ആണുങ്ങളും ഉടുക്കും പെണ്ണുങ്ങളും ഉടുക്കും. പക്ഷേ ഇപ്പോൾ ആണുങ്ങൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഇത് ഒരു കോമൺ ക്ലോത്ത് ആയിട്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മേജർലി ലേഡീസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാരി. എക്സ്പെൻസീവ്, സിൽക്ക് എന്ന് പറഞ്ഞാൽ അന്നും എക്സ്പെൻസീവ് ആയിരുന്നു. ഇതേപോലെ കോട്ടൺ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു വൈഡ് സ്പ്രെഡായിട്ട് യൂസ് വന്നിട്ടില്ല, സിൽക്കിൻ്റെ ഫാർമിങ് വന്നിട്ടില്ല ഈ കാലഘട്ടങ്ങളിലൊന്നും. ചൈനയിൽ പക്ഷേ സിൽക്കുണ്ട് ഈ സമയത്ത്. എന്തുകൊണ്ട് ചൈനയിൽ സിൽക്കുണ്ട് പക്ഷേ ഇന്ത്യയിൽ സിൽക്കില്ല? ചൈനീസ് ആയിരുന്നു ആദ്യം എങ്ങനെയാണ് സിൽക്ക് വെച്ച് ഡ്രസ്സുകൾ ഉണ്ടാക്കുക എന്ന് കണ്ടുപിടിച്ചത്. സിൽക്ക് വേമിനെ ബോയിൽ ചെയ്ത് ആ സിൽക്ക് എടുത്ത്, സിൽക്ക് വേമിനെ ഫാം ചെയ്ത്, മൾബറി ലീവ്സ് കൊടുത്ത് ഫാം ചെയ്തെടുത്ത് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനീസിൻ്റെ ടെക്നോളജി ആയിരുന്നു. ഈ സിൽക്ക് റോഡ് വഴി ട്രേഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ചൈനീസ് സിൽക്ക് പല സ്ഥലത്തും വിറ്റുപോയി. പക്ഷേ അന്നും ഇന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമുക്ക് സിൽക്ക് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നീടാണ് നമ്മളത് പഠിച്ചത്. അത് അടുത്ത സെക്ഷനിലെ അടുത്ത കഥയാണ്, എങ്ങനെയാണ് സിൽക്ക് മാസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സാരീസ് ഉണ്ടാക്കിയത്. സാരീസിൻ്റെ കഥയിലെ നെക്സ്റ്റ് മാറ്റം കണ്ടുവരുന്നത്, നെക്സ്റ്റ് എവല്യൂഷൻ കണ്ടുവരുന്നത് ഒരു 500 to 600 ഇയേഴ്സ് മുമ്പാണ്.
മുഗൾസ് ഇന്ത്യയിൽ എത്തിയതിന് ശേഷമാണ് അടുത്തൊരു വലിയ രീതിയിലൊരു മാറ്റം സാരീസിൽ കണ്ടുവരുന്നത്. മുഗൾസാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം, ഇന്ത്യ ഇൻവേഡ് ചെയ്ത് നോർത്തേൺ ഇന്ത്യ ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവർ സിൽക്ക് റൂട്ടിൽ ചൈനീസിൻ്റെ സിൽക്ക് മാനുഫാക്ചറിങ് അവരെങ്ങനെയാണ് ചെയ്തത് എന്ന് കണ്ടുപിടിച്ച് ബനാറസി സാരീസിൻ്റെ ഒരു ഫാഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. മുഗൾസ് വന്നതിന് ശേഷം ഇതേപോലെ ബനാറസി സാരീസ് ഇന്ത്യയിൽ ഭയങ്കര കോമൺ ആകുന്നു. വാരണാസിയിലും ബനാറസിലും ഉണ്ടാക്കി ഇതേപോലെ സെറി വർക്കുള്ള സിൽവർ സെറി, ഗോൾഡൻ സെറി വർക്കും ആ സമയത്താണ് ഇന്ത്യയിൽ ഫേമസ് ആകുന്നത്. ഇതേ സമയത്താണ് ഈ ബനാറസി സാരീസ് ഇന്ത്യയിൽ കോമൺ ആകുന്ന അതേ സമയത്താണ് കാഞ്ചീപുരം ഏരിയ, തമിഴ്നാട്ടിൽ കാഞ്ചീപുരം സാരീസും ഫേമസ് ആയി. അവരതിൻ്റെ മാനുഫാക്ചറിങ്ങും ലാർജ് സ്കെയിലായി, സിൽക്കിൻ്റെ ഫാമിങ്ങും ലാർജ് സ്കെയിലായി സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്താണ് ഇന്ത്യയിൽ ഈ പ്രീമിയം സിൽക്ക് സാരീസ് ഒരു അസ്പയർ ചെയ്യുന്നൊരു സാധനം. നമുക്കൊരു സാധാരണയിൽ നിന്നും എക്സ്പെൻസീവായിട്ട് വെഡ്ഡിങ്സിനും എല്ലാം കൊടുത്ത് ഒരു ബനാറസി സാരി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് സിമ്പിൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കാഞ്ചീപുരം സാരിയൊക്കെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ആ സമയത്താണ്, മുഗൾ പീരീഡിലാണ് പിന്നെ നമ്മൾ ഈ വലിയ രീതിയിലെ സാരീസിലൊരു മാറ്റം കണ്ടുവരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നതാണ് മോഡേൺ ഇറ. മോഡേൺ മെഷീൻസിന് വന്നതിന് ശേഷം, മോഡേൺ മാനുഫാക്ചറിങ് ടെക്നോളജി വന്നതിന് ശേഷം ആണ് നമ്മൾ മോഡേൺ ഇറ കാണുന്നത്. മോഡേൺ ഇറയിൽ എന്താ മാറ്റം സംഭവിച്ചത്? ഇതേപോലെ സെമി സിൽക്ക് സാരീസ്, സിന്തറ്റിക് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന സാരീസ് നമ്മൾ മോഡേൺ ഇറയിലാണ് കാണുന്നത്. അതിനു മുമ്പ് വരെ എല്ലാം നാച്ചുറൽ മെറ്റീരിയൽസ് ആയിരുന്നു. ഇപ്പോൾ അംബാനി ഇന്ത്യയിൽ ആദ്യമായി ഷിഫോൺ സാരീസ് ഏറ്റവും കൂടുതൽ ഇറക്കി ബിസിനസ് ചെയ്ത ഒരാൾ അംബാനിയായിരുന്നു. അംബാനി ഇതേപോലെ ഷിഫോൺ സാരീസിൻ്റെയും സിന്തറ്റിക് സാരീസിൻ്റെയും ആദ്യം മാസ് ഹോൾസെയിലറും മാനുഫാക്ചറുമായിട്ടാണ് അംബാനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നുള്ള വെൽത്തിൽ നിന്നാണ് പെട്രോളിയം ഇൻഡസ്ട്രിയിലേക്ക് അംബാനി മാറിയത്. അപ്പോൾ ആ കാലഘട്ടം 90s ആ കാലഘട്ടമായിരുന്നു ഇതേപോലെ സിന്തറ്റിക് മെറ്റീരിയലിലെ സാരീസ് നമുക്ക് കാണാൻ പറ്റിയത്. ആ കാലഘട്ടത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വെറൈറ്റി സാരീസ്, ഇപ്പോൾ പ്യുവർ കാഞ്ചീപുരം സാരീസൊക്കെ നമ്മൾ കണ്ടതുപോലെ ബ്രൊക്കേഡ്, സെമി സിൽക്ക് കാഞ്ചീപുരം, അതേ പാറ്റേണിൽ വന്നേക്കുന്ന സാരീസ്, പക്ഷേ വളരെ കുറച്ച് പ്രൈസ് റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് അതേ ലുക്ക് കിട്ടുന്ന സാരീസൊക്കെ, അതാണ് സെമി സിൽക്കിൻ്റെ ഒരു കാലഘട്ടം. ഇപ്പോഴുള്ള സെമി സിൽക്ക് സാരീസിൻ്റെയും പലതരം നാച്ചുറൽ മെറ്റീരിയലും സെമി സിൽക്കും എല്ലാം കൂടി ചേർന്ന് ടിഷ്യൂ സാരീസിൻ്റെയും പല വെറൈറ്റി സാരീസാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്ത് കാണാൻ പറ്റുന്നത്. ഇൻഡസ് വാലി പീരീഡിൽ നിന്ന് വെറും പ്ലെയിൻ കോട്ടനും പ്ലെയിൻ വൈൽഡ് സിൽക്കും, എംബ്രോയ്ഡറി വർക്ക് പോലും ഇല്ല, ഡൈയിങ് പോലും ഇല്ലാത്ത ആ കാലഘട്ടം മുതൽ നമ്മൾ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് വെറൈറ്റീസ് ഓഫ് സാരീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ വെറൈറ്റീസ് അന്നത്തെ കാലഘട്ടത്തെ ഒരാളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സാരീസിലുള്ളത്. അത്രയ്ക്കും വെറൈറ്റീസുള്ള വർക്കാണ്. പ്രിൻറ്റഡ് വരുന്നു, പെയിൻറ്റഡ് വരുന്നു, സെറി വർക്ക് വരുന്നു, എന്തൊക്കെ ടിഷ്യൂ വർക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ ഇനിയും ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമ്മുടെ കടയിൽ തന്നെ എല്ലാ മാസങ്ങളിലും ഓരോരോ മാസം വരുന്നതോറും പുതിയ രീതിയിലുള്ള സാരീസാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് ആണ് നമുക്കിപ്പോൾ സാരീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും സാരീൻ്റെ കഥ തുടർന്നുകൊണ്ടേയിരിക്കും, ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും പുതിയ ഇറകൾ നമുക്ക് കാണാൻ പറ്റും സാരീസ്.